സമൂഹമാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരമാണ് രേണുസുതി. ഓരോ ദിവസവും നിരവധി വീഡിയോകളാണ് രേണുസുതിയതായി പുറത്തു വരുന്നത്. അതിൽ റീൽസിലടക്കം ഫോട്ടോഷൂട്ടുകൾക്കും ആൽബങ്ങൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുമാണ് ഉള്ളത്. ഉദ്ഘാടന വേദിയിലേക്കും രേണുസുതിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ രേണുസുതി എന്തു പറയുന്നു, എന്ത് പ്രവർത്തിക്കുക എന്നൊക്കെ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂറിനൊപ്പമുള്ള റാംബാക്കാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നത്. വധുമന്ത്ര ബെറ്റർ കോമ്പറ്റീഷൻ 2025 രേണു സുധീർ റാംബാക്ക് ചെയ്തത്. ഫാഷൻ ഷോയിൽ രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ നിരവധി പേർ പ്രശംസിക്കുന്നുമുണ്ട്. രേണുസുതി, ബോബി ചെമ്മണ്ണൂർ, നടി ബീന ആന്റണി എന്നിവർ ഒരുമിച്ചാണ് റാംബാക്ക് ചെയ്യുന്നത്. രേണുവിൻ്റെ ഫാഷൻ ഷോയിലെ ആറ്റിറ്റ്യൂഡ് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. മോണോലിസ തരംഗത്തിന് ശേഷം ഇനി രേണുസുതി തരംഗം എന്നാണ് കമന്റുകൾ പലരും അഭിപ്രായപ്പെടുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തുണി അഴിക്കുന്ന സെലിബ്രിറ്റിയുടെ നാട്ടിൽ രേണുസുതി അവർക്കൊപ്പമുള്ള കഴിവുകളെ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടത്. രേണുവായിരിക്കും ബേബി ചെമ്മൂരിൻ്റെ അടുത്ത സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നതെന്ന പ്രവചനങ്ങളും പലരും നടത്തുന്നുണ്ട്. ശരീരപ്രദർശനം നടത്തുന്ന പല സെലിബ്രിറ്റിയേക്കാളും ഭേദമാണ് രേണു എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പേർക്കും പങ്കിടുന്നത്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രേണുസുതി ഇനി ഉദ്ഘാടന ചടങ്ങിലും പ്രധാന അതിഥിയാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ചേരേണ്ടവർ ചേർന്നു എന്ന പരിഹാസ കമന്റും റാംവാക്ക് വീഡിയോയ്ക്ക് താഴെ ചിലർ കുറിക്കുന്നുമുണ്ട്. സാധാരണ വീട്ടമ്മയെ ഒതുങ്ങിക്കഴിഞ്ഞ രേണുവിൻ്റെ വളർച്ച അഭിനന്ദനാർഹം തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത്. റാംവാക്ക് ചെയ്യുന്ന രേണു അല്പം കൂടി നല്ല വസ്ത്രം ധരിക്കാമായിരുന്നു എന്നും പറയുന്നവരുണ്ട്. 2 വർഷം മുമ്പാണ് ടെലിവിഷൻ മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ വാഹനാപകടത്തിൽ മരിക്കുന്നത്. തുടർന്ന് നിരവധി പേരുടെ കൈത്താങ്ങിലാണ് ജീവിതം തിരിച്ചുപിടിച്ചത്. ഇതിനു പിന്നാലെ രേണുസുതി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയത്. യൂട്യൂബർ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള വീഡിയോ ആണ് ആദ്യം വൈറലായതും വിവാദമാകുന്നതും. രണ്ടുപേരുടെയും ഇഴുകിച്ചേർന്നുള്ള അഭിനയത്തെ നിരവധി പേർ വിമർശിച്ചിരുന്നു. അന്നു മുതൽ പിന്നീട് എല്ലാ വീഡിയോയിൽ വരുമ്പോഴും രേണുവിന് വിമർശനങ്ങൾ വർദ്ധിച്ചിരുന്നു. എങ്കിലും വിമർശനങ്ങളോടെ രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്.